ശിരൂരിലെ രക്ഷാദൗത്യത്തിൽ ഇന്ന് ലഭിച്ച നിർണായക വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ ലോറിയിൽ മരത്തടികൾ കെട്ടിയെന്ന് സംശയിക്കുന്ന കയറിന്റെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു ചില ലോഹ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ലോറിയുടേതല്ല എന്ന് മനാഫ് പറയുകയും ചെയ്തിരുന്നു. ഈ കയർ മനാഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം അവിടെ ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പോയിന്റ് 1-ലും 2-ഉം കേന്ദ്രീകരിച്ചാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. സമയം 5:30 അടുക്കുകയാണ്. നമുക്ക് വിവരത്തിലേക്ക് പോകാം. സാരംഗ് അവിടെ നിന്നും ചേരുന്നുണ്ട്. സാരംഗ്, ഉടനെ തിരച്ചിൽ നിർത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 5:30 എന്നുള്ളൊരു സമയമൊക്കെ അറിയുന്നുണ്ടായിരുന്നു. എന്താണ് അതിൽ തീരുമാനം? ശരി, സാരംഗിലേക്ക് എത്താം. നമുക്ക് ഫെലിക്സിലേക്കൊന്ന് പോകാം. ഫെലിക്സ്, അല്പസമയം മുമ്പ് മാധ്യമങ്ങളോടും ചോദിച്ച കാര്യമാണ്, മാധ്യമങ്ങൾ ഈശ്വർ മാൽപ്പയോടും ചോദിച്ചൊരു കാര്യമാണ്, ഇനി മുന്നിലേക്ക് എങ്ങനെയായിരിക്കും? കാരണം ഇന്ന് തെരച്ചിൽ നടത്തിയതിൽ ഈ വലിയ കല്ലും മണ്ണുമൊക്കെ വലിയ പ്രശ്നമാണ്. ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പോകൂ, കയറ് മാത്രമേ ലഭിച്ചുള്ളൂ. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. നാളെയൊക്കെ മുന്നിലേക്ക് തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലല്ലോ. ഈ രീതിയിൽ തിങ്കളാഴ്ച മാത്രമേ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ നാളെ മുതലുള്ള തെരച്ചിൽ അത് മറ്റേതെങ്കിലും രീതിയിലായിരിക്കുമോ? ഈ രീതിയിൽ തന്നെ മുന്നിലേക്ക് പോകുമോ, അതോ തിരച്ചിൽ ഉണ്ടാകുമോ? അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് നടന്ന യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? തന്നെയാണ്. അതായത് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് പോലെ തന്നെ നാളെ തെരച്ചിലുണ്ടാവില്ല, പക്ഷെ അടുത്ത ദിവസങ്ങളൊക്കെ തന്നെ തെരച്ചിലുണ്ടാകുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഒരു സുപ്രധാനമായ കാര്യം, കൂടുതൽ ലോഹഭാഗങ്ങൾ കിട്ടിയിരിക്കുന്നു എന്നതാണ്. കയറും ഒപ്പം തന്നെ ലോഹഭാഗങ്ങളും വീണ്ടും ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് അർജുന്റെ ലോറിയുടേതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. കൂടുതൽ ലോഹഭാഗങ്ങളും കയറുകളും വീണ്ടും ലഭിച്ചിരിക്കുന്നു എന്നതാണ്. ഏതായാലും തെരച്ചിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത്, അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സ്ഥലത്ത് ഒരുപക്ഷെ ലോറി ഉണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രാഥമിക നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഡ്രഡ്ജിംഗ് സംവിധാനം എത്തിച്ചതിന് ശേഷം കൂടുതൽ പരിശോധന നടത്തി കൂടുതൽ ഉപകരണങ്ങൾ അവിടെ ഈ പറയുന്ന സ്ഥലത്ത് നിന്നും മണ്ണും കല്ലും ഒക്കെ നീക്കിയതിന് ശേഷം അവിടെ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇനി നടക്കുക. അത് തിങ്കളാഴ്ചയാണ് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തുന്നതെങ്കിൽ കൂടി തിങ്കളാഴ്ച വരെയും തിരച്ചിലുണ്ടാകും. ആ തിരച്ചിൽ നടത്തുന്നത് ഇപ്പോൾ ഈശ്വർ മാൽപ്പയും നാവികസേനയുടെ ആളുകളും ഒക്കെ തന്നെയായിരിക്കും ആ തെരച്ചിലിനും നേതൃത്വം നൽകുക. അങ്ങനെ തെരച്ചിൽ നടത്തുന്ന സമയത്ത് പക്ഷെ നാളെ ഉണ്ടാകില്ല. നാളെ സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് തന്നെ പരേഡും മറ്റുമുണ്ട്. അതുകൊണ്ട് നേവിയൊന്നും നാളെ ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നില്ല. അതേസമയം അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ തെരച്ചിലിന്റെ ഭാഗമാകും. ഏറ്റവും പ്രധാനം കൂടുതൽ ഈ ലോറിയിലേക്ക് അടുക്കുന്നു എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരേ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഒരു 100 മീറ്ററിനുള്ളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന തെരച്ചിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ലോഹഭാഗങ്ങൾ കിട്ടുന്നു, കയറുകൾ കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് തന്നെ ഏതാണ്ട് ലോറി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ആ ലോറിക്ക് മുകളിൽ കല്ലും മണ്ണും മരങ്ങളും വന്ന് അടിഞ്ഞ് ഒരു മൺതിട്ടിയായി രൂപപ്പെടാം എന്നൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഡ്രഡ്ജർ മെഷീൻ ഉപയോഗിച്ച് അവിടെ മണ്ണ് മാറ്റി കുഴിച്ചതിന് ശേഷം അതിന് ആ ഉള്ളിൽ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോഴേതായാലും നടത്തുന്നത്. അതിന് ഡ്രഡ്ജിംഗ് മെഷീൻ വേണം. ആ മെഷീൻ തിങ്കളാഴ്ചയോട് കൂടി തന്നെയാണ് ഇവിടെ എത്തിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 പാലങ്ങളുണ്ട്. ആ പാലങ്ങൾ മറികടന്ന് വേണം അവിടെ നിന്നും ഇവിടത്തേക്ക് മെഷീൻ എത്തിക്കാൻ. ആ പാലങ്ങൾ മറികടന്ന് കൊണ്ടുവരാനുള്ള സജ്ജീകരണങ്ങളും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അതിനുവേണ്ടി ആ മെഷീൻ, ഇപ്പോഴുള്ള ഡ്രഡ്ജിംഗ് മെഷീൻ, അതൊരു വലിയ മെഷീനാണ്. അത് പല ഭാഗങ്ങളാക്കി ഇവിടെ എത്തിച്ച ശേഷം ഇവിടെ എത്തിച്ച് അസംബിൾ ചെയ്ത് പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായി പരമാവധി കൂടുതൽ ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഗോവയിൽ നിന്നും എത്തും. 50 ലക്ഷം രൂപ മുടക്കിയാണ് ഇത് ഇവിടത്തേക്ക് കൊണ്ടുവരാനുള്ള ചെലവും പ്രവർത്തിക്കാനുള്ള ചെലവും അടക്കം ഏതാണ്ട് 50 ലക്ഷം രൂപ ആകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കർവാർ MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സാരംഗിലേക്ക് പോകാം. സാരംഗ്, എവിടെ വരെയായി കാര്യങ്ങൾ? എത്ര മണിവരെ ഈ തിരച്ചിലുണ്ടാകും? പൂജ, ഇനി എന്തായാലും അല്പസമയം കൂടി ഇത്തരത്തിൽ തിരച്ചിൽ നടക്കാനുള്ള സാധ്യതയുള്ളൂ. പൊതുവെ വൈകിട്ടായി തുടങ്ങി വെളിച്ചത്തിന്റെ ഒരു കുറവ് ഇനി വരുന്ന
നിമിഷങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശത്തേക്ക് ആകെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാവും ഇനി എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗത്തെ തിരച്ചിൽ തങ്ങളാൽ കഴിയാവുന്ന വിധത്തിൽ മുങ്ങിത്തപ്പിയെടുക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെ പൂർത്തീകരിച്ചായിരിക്കും ഈശ്വർ മാൽപ്പയുടെ സംഘവും അതുപോലെ നേവി സംഘവും NDRF സംഘവും SDRF സംഘവും ഒക്കെ തന്നെ അവിടെ നിന്ന് മടങ്ങുക. അപ്പോൾ അതിന് ഇനി അവർക്ക് ഏറ്റവും പ്രാപ്യമായി അവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത് ഡ്രെഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ്. അത് അല്ലാതെ മനുഷ്യനെ കൊണ്ട് സാധാരണ മാനുവലി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള മനുഷ്യസാധ്യമായ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ പരമാവധി അവിടെ ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം. കാരണം അവിടെ നിന്ന് എത്രത്തോളം നമ്മൾക്ക് നമ്മുടെ വാഹനത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കപ്പെടുന്ന വസ്തുക്കളൊക്കെ തന്നെ അവിടെ നിന്ന് അവർക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ടാങ്കറിൻ്റെതാവട്ടെ, അർജുൻ സഞ്ചരിച്ച വാഹനത്തിനുമായി ബന്ധപ്പെട്ട ഇന്ന് കണ്ടെത്തിയ കയറാവട്ടെ, അതുപോലെ ഇന്നലെ കണ്ടെത്തിയ ഹൈഡ്രോളിക് ജാക്ക് ആവട്ടെ, അതുപോലുള്ള വസ്തുക്കളൊക്കെ തന്നെ പലപ്പോഴും ഈ ഒരു പ്രദേശത്ത് ഈ സെക്ഷൻ 1 നിന്നും സെക്ഷൻ 2 നിന്നൊക്കെ തന്നെ പലപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഒരു നിലവിലുള്ള പുഴയുടെ നിരപ്പിനെ കുറിച്ചൊക്കെ തന്നെ ഒരു വിശകലനം അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം ഇനി എന്തായാലും മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യത. ഈശ്വർ മാൽപ്പി സംഘത്തിലെ 3 പേരെന്തായാലും ഇപ്പോഴും ജലത്തിനടിയിൽ തന്നെയാണ്. ഈശ്വർ മാൽപ്പി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ അവരൊക്കെ ഉന്നതതല യോഗത്തിന് ശേഷം ഇവിടെ അങ്കോള ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷമാണ് വീണ്ടും തിരച്ചിൽ വ്യാപൃതരാകുന്നത് എന്ന കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എത്രത്തോളം ഇനി പിന്തുണയുണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇനി ഡ്രെഡ്ജർ ഇവിടെ എത്തിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം ഇപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ പിന്തുണയുമായി തന്നെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ആ ഒരു പിന്തുണ എപ്പോഴും നിരന്തരമായി നിലനിന്ന് പോവുകയാണെങ്കിൽ, കാരണം നമുക്ക് അങ്ങനെ പറയാനുള്ളൊരു സാധ്യത എന്നത് പലപ്പോഴും ജില്ലാ ഭരണകൂടം വാക്കുകൾ പറയുന്നത് പിന്നീട് പറഞ്ഞ വാക്കുകൾ വിഴുങ്ങുന്ന ഒരവസ്ഥ പലപ്പോഴും നമുക്ക് കാണേണ്ടി വന്നു. രണ്ടാംഘട്ട തിരച്ചിലിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ പലപ്പോഴും കൊടുത്ത വാക്കുകളൊക്കെ തന്നെ ലംഘിക്കപ്പെടുന്നതൊക്കെ തന്നെ നമ്മൾ പലതവണ കണ്ടതാണ്. ഇനി അത്തരത്തിലൊരു അലംഭാവം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൂടാ. കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി മാത്രമേ ഇനി ഈ ഒരു ഷിരൂർ മിഷനെ നമ്മൾ മുന്നോട്ടേക്ക് കാണേണ്ടതുള്ളൂ.